അനൗൺസ്മെന്റ് വിവാദത്തിൽ പേരാമ്പ്ര LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ നോട്ടീസ് അയച്ച ഡെപ്യൂട്ടി കളക്ടർ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. LDF തെറ്റായ പ്രചാരണം നടത്തിയിട്ടില്ല എന്നാണ് TP രാമകൃഷ്ണന്റെ വിശദീകരണം. ശരത് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. UDF അത് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയയ്ക്ക് വേണ്ടി അവിടെ വർഗീയമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് LDFന്റെ അനൗൺസ്മെന്റ് ആണ് നടന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം ആ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. ഇപ്പോൾ എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത്? LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി കളക്ടർ, എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, അതായത് നിലവിൽ ഇതിലുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്തായാലും നോട്ടീസ് അയച്ചിരിക്കുന്നത്. TP രാമകൃഷ്ണനോട് വിശദീകരണം തേടിയുള്ള നോട്ടീസാണ്. കഴിഞ്ഞ ദിവസം UDF ഇതുമായി ബന്ധപ്പെട്ട പരാതി കാര്യമായി തന്നെ മുന്നോട്ട് വെക്കുകയും പരാതി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതായത് UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ സമുദായം പറഞ്ഞ് വോട്ട് നേടുന്നു എന്നുള്ളതായിരുന്നു LDFന്റെ പ്രചരണ വാഹനത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരം ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് LDF പറഞ്ഞത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് എന്തായാലും ഇപ്പോൾ ഇതിന്റെ ഒരു ആദ്യഘട്ട നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ TP രാമകൃഷ്ണനോട് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടി കളക്ടർ. ഈ പറഞ്ഞതുപോലെ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിന്റെ മറുപടി അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എന്തായാലും ഉണ്ടാവുക. ഈ പറയുന്നത് പോലെ LDFന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയായിരുന്നു, പ്രചാരണ വാഹനത്തിലായിരുന്നു ഇത്തരമൊരു അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്ക് വോട്ട് നൽകണമെന്ന് ലീഗ് അത്തരം പ്രചരണം നടത്തുന്നു എന്നുള്ളതായിരുന്നു LDF ഇത്തരത്തിൽ പ്രചരണ വാഹനത്തിൽ ഉൾപ്പെടെ അനൗൺസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നീട് UDF വലിയ വിഷയമാക്കുകയും വലിയ ചർച്ചയാക്കുകയും ചെയ്യുകയുണ്ടായി. അതായത് വർഗീയ ധ്രുവീകരണത്തിനാണ് LDF ശ്രമിക്കുന്നത്. നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ അസമാനമായ രീതിയിലുള്ള ഇടപെടലാണ് പേരാമ്പ്രയിൽ ഇത്തവണ നടത്തുന്നതെന്നടക്കം ഫാത്തിമ തെഹ്ലി അടക്കം തന്നെ പറയുകയുണ്ടായി. എന്തായാലും അത്തരത്തിലുള്ള ശ്രമം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് UDFന്റെ പ്രധാന പരാതി. അതാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിക്ക് സമാനമായ കാര്യങ്ങൾ ഇപ്പോൾ പേരാമ്പ്രയിൽ നടക്കുന്നു എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശരത്, ഇത് പേരാമ്പ്രയിൽ നടത്തുന്ന പ്രചാരണങ്ങൾ അത് ഒരു അനൗൺസ്മെന്റിൽ മാത്രം നിൽക്കുകയായിരുന്നു. UDF ഇത് വളരെ ഗുരുതരമായ വിഷയമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ രൂപത്തിൽ UDF സ്ഥാനാർത്ഥിയെ, അത് ഫാത്തിമ തെഹ്ലിക്കെതിരെ നീങ്ങാനുള്ള ശ്രമം, അതൊരു വർഗീയ ചാപ്പ കുത്തിക്കൊണ്ട് പ്രചാരണം നടത്തുക എന്നുള്ളത്, ഇതേ തന്ത്രം വടകരയിലും പ്രയോഗിച്ചാണ്. കാഫിർ സ്ക്രീൻഷോട്ട് അത് UDF നേതാക്കളുടെ ഭാഗത്തുനിന്ന്, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നതാണെന്നുള്ള ആരോപണം ഉയർത്തുന്നു. അതിനുശേഷം അതിന്മേൽ അന്വേഷണം നടക്കുമ്പോൾ അത് CPMലെ ചില സൈബർ പ്രവർത്തകരുടെ അക്കൗണ്ടിലേക്കാണ് അതിന്റെ വിവരങ്ങൾ പോകുന്നത്. പിന്നീട് ആ അന്വേഷണം പാതി വഴിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ എന്നുള്ള ആരോപണമാണോ ഇപ്പോൾ ഉയരുന്നത്? UDF ആ നിലയ്ക്ക് തന്നെയാണ് ഈ ആരോപണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് സമാനമായ രീതിയിൽ പേരാമ്പ്രയിൽ അത്തരമൊരു ഇടപെടൽ LDF നടത്തുന്നു. വർഗീയ ധ്രുവീകരണത്തിനാണ് LDF ശ്രമിക്കുന്നത്. ലീഗ് വർഗീയത പറഞ്ഞ് അല്ലെങ്കിൽ മതം പറഞ്ഞ് വോട്ട് നേടുന്നു എന്ന രീതിയിൽ തെറ്റായ പ്രചരണം നടത്തുന്നു എന്നടക്കമുള്ളതാണ് UDFും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വിശദീകരണമായി അല്ലെങ്കിൽ പ്രധാന ആരോപണമായി മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങളടക്കം, അതായത് വീഡിയോ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ പ്രചരണ വാഹനത്തിന്റെ അതിൽ ഇത്തരം ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന ഓഡിയോ അടക്കം തന്നെ ഉൾപ്പെടെയുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മാത്രമല്ല ആ വാഹനം കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി തെളിവുകളൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്.